പാശഹസ്തായ നമഃ. ഓം വരുണദേവായ നമഃ. 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 പാശഹസ്തായ നമഃ. നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. നാരായണ നാരായണ. പ്രഭു, അങ്ങയുടെ എന്ത് ലീലയാണിത്? എന്താവശ്യമായിരുന്നു ഇത്തരമൊരു ലീല രചിക്കുവാനായി പ്രഭു? പ്രഭു, വർഷങ്ങളായി ഭൂമിയിൽ മഴയില്ല. എവിടെയും തുള്ളി ജലം പോലും കാണാൻ ലഭ്യമല്ല. മനുഷ്യൻ, പ്രാണി, പശു, പക്ഷികൾ എല്ലാം ജലത്തിന്റെ അഭാവത്തിൽ മൃത്യുവിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഹേ പ്രഭു, ദയ കാണിക്കൂ പ്രഭു, ദയ കാണിക്കൂ. അവസാനിപ്പിക്കൂ അങ്ങയുടെ വിനാശകാരി ലീല, അവസാനിപ്പിക്കൂ. നാരായണ നാരായണ. പാശഹസ്തായ നമഃ. ഓം വരുണദേവായ നമഃ. പാശഹസ്തായ നമഃ. ഓം വരുണദേവായ നമഃ. പാശഹസ്തായ നമഃ. ഋഷി ഗൗതമൻ, ഒപ്പം അദ്ദേഹത്തിന് ധർമ്മപത്നി അഹല്യയും. നാരായണ നാരായണ. വരുണദേവനെ ആവാഹിക്കുകയാണ്. ധന്യയായി ഈ ഭൂമി, ധന്യയായി. എവിടെ പീഡയും പരഹിതവും ചിന്തിക്കുന്ന വ്യക്തികൾ ജീവിതം നയിക്കുന്നുണ്ടോ അവിടം ധന്യമാണ് പ്രഭു, ധന്യമാണ്. ഇത്തരം പുണ്യാത്മാക്കളുടെ പുണ്യം അധികകാലം ഈ വരൾച്ചയെ ഭൂമിയിൽ തുടരാൻ അനുവദിക്കില്ല. നാരായണ നാരായണ. പോകാൻ നാരദ സ്വർഗലോകത്തിൽ. അവിടെ ദേവരാജൻ ഇന്ദ്രൻ ഭൂമിയിലെ പീഡയെക്കുറിച്ച് വ്യാകുലനായിരിക്കും. നാരായണ നാരായണ. നാരായണ നാരായണ. അത് കണ്ടു ദേവി, അങ്ങോട്ട് നോക്കൂ. മയൂരവും മയൂരിയും ഉന്മത്തരായി നൃത്തം ചെയ്യുകയാണ്. അതെ സ്വാമി, എത്ര സുന്ദരമായിരിക്കുന്നു. ഏവരും ആനന്ദത്തിൽ ആറാടുകയാണ്. നാരായണ നാരായണ. ആനന്ദം തന്നെയല്ലേ ദേവരാജ? അതെ ദേവർഷി, സൗന്ദര്യം കണ്ടാൽ ആനന്ദം തോന്നാതിരിക്കുമോ? തീർച്ചയായും തോന്നും. പക്ഷെ ആനന്ദത്തിന്റെ ഒപ്പം തന്നെ നിശ്ചിന്തതയും സുരക്ഷിതത്വവും ഉണ്ടെങ്കിൽ ആനന്ദത്തെ ആനന്ദപൂർവ്വം അനുഭവിക്കുന്ന ആനന്ദം പരമാനന്ദം തന്നെയായിരിക്കും. ഞങ്ങളുടെ ഈ ആനന്ദത്തിന് എന്തെങ്കിലും വിഘ്നമുണ്ടോ ദേവഷേ? ദേവി സജി, ഇരിപ്പിടത്തിന്റെ നാമം വെറും ആസനമെന്ന് മാത്രമാണെങ്കിൽ യാതൊരു വിഘ്നവും കാണില്ല. പക്ഷെ ഇതേ ആസനം സിംഹാസനമാകുമ്പോൾ ശത്രുക്കളുണ്ടാകുന്നു, അവർ വിഘ്നങ്ങളും ഉണ്ടാക്കുന്നു. ആ സ്ഥിതിക്ക് സിംഹാസനസ്ഥനായ വ്യക്തി സർവഭോഗവിലാസങ്ങളിലും സുഖലോലുപതയിലും മുഴുകി അസ്ഥിരനായാൽ അയാളുടെ ഭാവിയും അസ്ഥിരമാകും ദേവി. സന്തോഷത്തിന്റെ ഈ അവസരത്തിൽ അങ്ങ് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ദേവർഷി? സ്വർഗാധിപതിക്ക് ഭോഗവിനോദങ്ങൾ സ്വാഭാവികമത്രേ. എന്നാൽ വിഘ്നങ്ങളും കഷ്ടവും ആപത്തുകളും സ്വാഭാവികം തന്നെ ദേവരാജ. ഒന്നോർമ്മിക്കണം, പ്രപഞ്ചത്തിൽ യാതൊരു ഭോഗസിദ്ധിയുമില്ല, അതിനോടൊത്ത് രോഗവുമില്ലാത്തതായി. അങ്ങ് എങ്ങനെ ഉറപ്പിച്ചു ദേവരാജ? അങ്ങയ്ക്ക് ഈ അധികാരം ലഭിച്ചത് ഭോഗവിലാസത്തിനാണെന്ന്. അങ്ങയ്ക്ക് എങ്ങനെ ഈ ഭ്രമമുണ്ടായി? സ്വർഗത്തിലെ സിംഹാസനവും ഈ സൗകര്യങ്ങളും അങ്ങയ്ക്ക് രസിക്കുവാൻ മാത്രമാണെന്ന്. സിംഹാസനത്തിനോടൊപ്പം സൗകര്യങ്ങളും സൗകര്യങ്ങൾക്കൊപ്പം സുഖഭോഗങ്ങളും സാധാരണമല്ലേ ദേവർഷി? അല്ല, ഒരിക്കലുമല്ല, തീർച്ചയായുമല്ല. സിംഹാസനം ലഭിക്കുന്നത് ദേവരാജ കർത്തവ്യം,
ചുമതലകൾ നിറവേറ്റുവാൻ വേണ്ടിയാണ്. സൗകര്യങ്ങൾ ലഭിക്കുന്നതാകട്ടെ അവ ഉപയോഗിച്ചുകൊണ്ട് പീഡിതരെ സഹായിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുകൂടിയാണ്. പക്ഷേ താങ്കൾ ഒരു ധാരണയും വിശ്വാസവും അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ദേവരാജ. അതനുസരിച്ച് ഭരണാധികാരികൾ പദവി, സ്ഥാനം, സൗകര്യം എല്ലാം കേവലം സുഖഭോഗത്തിനായി ഉപയോഗിക്കും. അങ്ങനെ സംഭവിക്കുമ്പോഴെല്ലാം തന്നെ സിംഹാസനത്തിന് ഇളക്കം തട്ടുന്നു. ഒപ്പം പ്രകൃതിയിലെ സർവശക്തികളും ആ സുഖഭോഗികൾക്ക് വിരുദ്ധമായി അവരുടെ പതനത്തിന് കാരണവുമാകുന്നു. അരുത് ദേവർഷി, അരുത്. ഇത്ര കഠിനമായി സംസാരിക്കരുത്. ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ. പ്രകൃതി പറയുന്നതും പിന്നെ പ്രവർത്തിക്കുന്നതും താങ്കൾ സ്വയം ആലോചിച്ചു നോക്കണം. എപ്പോഴെല്ലാം താങ്കൾ ഭോഗവിലാസത്തിൽ മുഴുകിയിരുന്നുവോ അപ്പോഴെല്ലാം താങ്കൾ ദുർബലനുമായിട്ടുണ്ട്. അങ്ങ് എപ്പോഴെല്ലാം ദുർബലനായിട്ടുണ്ടോ അസുരന്മാർ ബലവാന്മാരായി ആക്രമിച്ചിട്ടുമുണ്ട്. അങ്ങനെ അനേകം തവണ താങ്കൾക്ക് സ്വർഗം നഷ്ടമായിട്ടുമുണ്ട്. അപ്പോഴെല്ലാം താങ്കൾ പരംപിത ബ്രഹ്മദേവൻ, പിന്നെ ശ്രീഹരി വിഷ്ണു അല്ലെങ്കിൽ ഭഗവാൻ വിശ്വനാഥൻ ഇവരുടെ സമീപം അഭയാർത്ഥിയായി സഹായം തേടിയിട്ടുമുണ്ട്. അവർ എത്ര തവണയാണ് താങ്കളെ ഇങ്ങനെ സഹായിക്കുക? നാരായണ നാരായണ. അസമയത്ത് അസന്തുലിതമായ അനാവശ്യമായ സുഖഭോഗങ്ങൾ വ്യക്തിയെ ദുർബലനാക്കുന്നു ദേവരാജ. സ്വയം താങ്കളെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുന്നതിൽ താങ്കൾ സഫലനാകണം. സാഫല്യത്തിന്റെ പ്രാപ്തി ഭോഗവിലാസങ്ങൾ ഉപേക്ഷിച്ചാലേ സാധ്യമാകൂ. ദേവർഷി, താങ്കൾ ഇത്രയെല്ലാം പറഞ്ഞു, പക്ഷെ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞില്ല. നാരായണ നാരായണ, അതും ഞാൻ പറഞ്ഞു തരണമെന്നോ? ദേവർഷി, അങ്ങേ ഒഴിച്ച് മറ്റാരാണ് മാർഗദർശനം നൽകാനുള്ളത്? മാർഗദർശനം പ്രിയവും ഉച്ചശ്രേണിയിലുമുള്ള പദം മാർഗദർശനം. പക്ഷേ ദേവരാജ, കേവലം മാർഗം ദർശിച്ചത് കൊണ്ട് മാത്രം മതിയാകയില്ല. ആ മാർഗത്തിൽ ചരിക്കുന്നതും ആവശ്യമാണ്. എന്നാലേ മംഗളം ഭവിക്കൂ. നാരായണ നാരായണ. ചരിക്കും. അങ്ങ് കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ ഞങ്ങൾ ചരിക്കും ദേവർഷി. അതെപ്പോഴാണ്? എങ്ങനെ ചരിക്കും? അങ്ങ് പൃഥ്വിയിലെ പീഡകൾ മറന്ന് ഇവിടെ ഗഗനവിഹാരം നടത്തുകയല്ലേ? സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുകയല്ലേ? എന്നിട്ട് പറയുകയാണോ ചരിക്കും എന്ന്? നാരായണ നാരായണ. ദേവരാജ, താങ്കൾ ഇതും മറന്നിരിക്കുന്നു. അധികാരം, ഉന്നത സ്ഥാനം, പുണ്യം ഇവ ലഭിക്കുവാൻ ദീനന്മാരിലും പീഡിതന്മാരിലും ദയാവായ്പകൾ ചൊരിയുന്നത് കൊണ്ടേ സാധിക്കൂ എന്ന്. മറ്റുള്ളവരെ സഹായിക്കാത്തിടത്തോളം താങ്കൾക്കൊരു സഹായവും ലഭിക്കുകയുമില്ല. അങ്ങ് പറഞ്ഞത് സത്യമാണ് ദേവർഷി. നാരദൻ എപ്പോഴെങ്കിലും അസത്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങ് സത്യം മാനിക്കുന്നുവെങ്കിലും സത്യത്തിന്റെ മാർഗത്തിൽ ചരിക്കാത്തത് എന്താണ്? ദേവരാജ, താങ്കൾ പൃഥ്വിവാസികൾക്ക് പൂജ്യനാണ്. താങ്കൾ അങ്ങയുടെ അത്ഭുത ശക്തികൾ പൃഥ്വിവാസികളുടെ കഷ്ടങ്ങൾ നിവാരണം ചെയ്യാൻ ഉപയോഗിക്കണം. ദേവർഷി, പൃഥ്വി നിവാസികൾക്ക് എന്തു കഷ്ടതയാണ്? ദേവരാജ, താങ്കൾക്ക് ഇതും അറിയില്ലേ ആർക്ക് എന്ത് കഷ്ടമാണെന്ന്? നാരായണ നാരായണ. താങ്കൾ വരുണദേവനോട് ചോദിക്കണം. ഒരു പക്ഷെ അദ്ദേഹത്തിന് അറിവുണ്ടാകും. വരുണദേവ പ്രത്യക്ഷനായാലും. ഞാൻ എന്താണ് വേണ്ടത് ദേവരാജ? വരുണദേവ, താങ്കൾക്ക് പൃഥ്വിവാസികളുടെ സങ്കടത്തെക്കുറിച്ച് വല്ല അറിവുമുണ്ടോ? എന്നോട് ക്ഷമിക്കണം ദേവർഷേ. പൃഥ്വിവാസികളുടെ കഷ്ടതയെക്കുറിച്ച് ഞാൻ അജ്ഞനാണ്. ഈ ജഗത്തിന് എന്താണ് സംഭവിക്കുക? താങ്കളെ ആര് മാനിക്കും ജലദേവനെന്ന്? എത്ര നാൾ കൂടി? ജനസഞ്ചയങ്ങൾ താങ്കളെ മാനിക്കുന്നത് അവസാനിപ്പിക്കും വരുണദേവ. സഹ്യാദ്രി പ്രദേശത്ത് വരൾച്ച ബാധിച്ചിരിക്കുന്നു. വരൾച്ച താങ്കൾക്ക് അതുപോലും അറിയില്ല. മനുഷ്യരായ മുനി ഗൗതമനും അദ്ദേഹത്തിന്റെ പത്നി അഹല്യയും ജനഹിതമോർത്ത് ആരാധന ചെയ്യുന്നു. പക്ഷേ